ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. എന്തെങ്കിലും ഭക്ഷണം ഒരല്പം കഴിച്ചാൽ വയറ് പെട്ടെന്ന് കൊണ്ടങ്ങ് വീർത്തു വരിക, വയറിനകത്തൊരു കമ്പനം പോലെ, വയറിനകത്ത് വല്ലാത്തൊരു എരിവൊരു സഞ്ചാരം, ശ്വാസം മുട്ടുന്നൊരു ഫീലിങ്ങും ഒരു വിയർപ്പും. അതേപോലെ ഭക്ഷണം എന്തെങ്കിലും വയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വയറിനകത്ത് സൂചി വെച്ച് കുത്തുന്ന പോലുള്ള ഒരു വേദന, നമ്മുടെ വാരിയലുകളുടെ തൊട്ട് താഴെയായിട്ട് സൂചി കുത്തുന്ന പോലത്തെ ഒരു വേദന അനുഭവപ്പെടുക, രാവിലെ പല്ല് തേക്കുന്ന സമയത്ത് ഓർക്കാനം അനുഭവപ്പെടുക, വല്ലാത്ത ഇറിറ്റേഷൻ. ഇതൊക്കെ നമ്മുടെ ആമാശയത്തിനകത്തും കുടലിൻ്റെ തുടക്കത്തിൽ ഡിവോഡനത്തിലും അൾസറിൻ്റെ, അതായത് വ്രണങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പെപ്റ്റിക് അൾസർ എന്നാണ് സാധാരണ ഇതിന് പറയുന്ന പേര്. പെപ്റ്റിക് അൾസർ വയറിനകത്ത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എൻഡോസ്കോപ്പി നോക്കി കൺഫേം ചെയ്തതിന് ശേഷം പലവിധ മരുന്നുകൾ കഴിക്കുമ്പോൾ അല്പം കുറവുണ്ട് എന്നുള്ളതല്ലാതെ നമുക്ക് വയറിന് പെർമനൻ്റ് ആയിട്ട് ഒരു ആശ്വാസം ലഭിക്കാറില്ല. പലപ്പോഴും എന്തെങ്കിലും ഭക്ഷണം കാണുന്ന സമയത്ത് അയ്യോ എനിക്കിത് കഴിച്ചുകൂടാ, എനിക്ക് വയറിന് കംപ്ലൈൻ്റ് ആണ്, വയറിനകത്ത് അൾസർ ഉണ്ട് എന്ന് പറഞ്ഞ് പലരും ഒഴിവാക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഇവർക്ക് വയറിനകത്ത് ഒരു ആശ്വാസവും കിട്ടത്തില്ല, അൾസർ പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ വയറിനകത്ത് അൾസർ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം എന്തെല്ലാമെന്നും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, ഈ അൾസർ വേഗം മാറുന്നതിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാമെന്നും ഞാൻ വിശദീകരിക്കാം. നമ്മുടെ വയറിനകത്ത് ആമാശയം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഉള്ളത്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH എന്ന് പറയുന്നത് 1 മുകളിലാണ്. നമുക്ക് 0 എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന അത്രത്തോളം ഹൈ pH ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ വയറിനകത്തുള്ളത്. സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ തോന്നും വയറിനകത്തുള്ള ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് അല്ലേ, ഇത് നമ്മുടെ ആമാശയത്തിനെ അത് തന്നെ ദഹിപ്പിക്കത്തില്ലെന്ന് തോന്നും. എന്നാലില്ല, നമ്മുടെ വയറിനകത്ത് നമ്മുടെ ആമാശയത്തിൻ്റെ ഭിത്തികളെ, മസിലിനെ കേടുവരുത്താതെ സംരക്ഷിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള 3 കവചങ്ങൾ നമ്മുടെ വയറിനകത്ത്, ആമാശയത്തിനകത്തുണ്ട്. ഈ കവചങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വയറിനകത്തുണ്ടാകുന്ന ഈ ആസിഡ് നമ്മുടെ ആമാശയ ഭിത്തികളെ നശിപ്പിക്കാത്തത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു പുറമെയുള്ള ലെയറാണ്. നല്ല വഴുവഴുപ്പുള്ള, പലപ്പോഴും നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഛർദ്ദിക്കുന്ന സമയത്ത് കൊഴുപ്പുള്ള ഒരു ലായനി പുറത്തേക്ക് പോകത്തില്ലേ? പലരും പറയാറുണ്ട് വയറിനകത്ത് നിറച്ച് കഫമാണ്, കഫം ഛർദ്ദിച്ച് പുറത്തേക്ക് പോയെന്ന് പറയും. ഈ കഫം എന്ന് പറയുന്നത് ഈ മ്യൂക്കസ് ആണ്. ഈ മ്യൂക്കസിൻ്റെ പ്രത്യേകത, നമ്മുടെ ഈ വയറിനകത്ത് എപ്പോഴെങ്കിലും കൂടുതലായിട്ട് ആസിഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ മ്യൂക്കസ് ഈ ആസിഡിനെ കൂടുതൽ pH ഒരു 6-7 അതിൻ്റെ pH കുറച്ച് കളയും. അങ്ങനെയാണ് നമ്മുടെ വയറിനകത്തേക്ക് കൂടുതൽ ആക്രമിക്കാതെ ആസിഡിനെ പിടിച്ചു നിർത്തുന്നത്. ഇനി സപ്പോസ് ആസിഡിന് ഈ മ്യൂക്കസ് മെംബ്രെയിൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ, തിക്കായിട്ടുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ലെയറാണ്. അതിൻ്റെ പ്രത്യേകത വളരെ ഞെരുക്കത്തിന്, വളരെ അടുപ്പിച്ച് എപ്പിത്തീലിയൽ കോശങ്ങൾ അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് നിൽക്കും. ഇതാണ് രണ്ടാമത്തെ ലെയർ. മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് സബ് എപ്പിത്തീലിയൽ ലെയർ ഉണ്ട്. ഈ 3 ലെയർ അവിടെ ഉള്ളത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ആമാശയത്തിനകത്തുള്ള ആസിഡ് നമ്മുടെ മസിലിൻ്റെ, ആമാശയത്തിൻ്റെ ഭിത്തികളെ ബാധിക്കത്തില്ല. എപ്പോഴാണോ നമ്മുടെ വയറിൻ്റെ ഈ കോട്ടിങ്ങിന് പ്രശ്നം വരുന്നത്, അതായത് ഈ 3 സ്ട്രോങ് പ്രൊട്ടക്റ്റീവ് ലെയറുകൾക്ക് കുഴപ്പം വരുന്നത്, അപ്പോഴാണ് നമുക്ക് ഈ വയറിനകത്ത് അൾസർ ഉണ്ടാകുന്നത്. പലരും പറയുന്നത് ചില ഇനം ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ അൾസർ ഉണ്ടാവും, നമ്മൾ ചില വയറിനകത്ത് അലർജി ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ അൾസർ ഉണ്ടാവും. ഇല്ല, അതൊന്നും അല്ല പ്രധാനപ്പെട്ട കാരണം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആമാശയത്തിൽ അൾസർ ഉണ്ടാകുന്നത് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യമാണ്. ഈ ബാക്ടീരിയ പലപ്പോഴും നമ്മുടെ എൻഡോസ്കോപ്പിയിൽ ഈ വയറിനകത്ത് ഈ ബാക്ടീരിയ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ടെസ്റ്റ്, RUT ടെസ്റ്റ് എന്ന് പറയുന്ന റാപ്പിഡ് യൂറിയേസ് ടെസ്റ്റ് എന്ന് പറയും. ഈ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഈ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അൾസറിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഡോക്ടർ ആദ്യമായിട്ട് സംശയിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് രക്തത്തിൽ ഈ എച്ച് പൈലോറി ബാക്ടീരിയയുടെ ആൻറ്റിജൻ ലെവൽ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവയുടെ സാന്നിധ്യമുണ്ടോയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ചില ഇനം മരുന്നുകൾ നമ്മൾ പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാലും ഇതേ പ്രശ്നം വരും. അതായത് NSAIDs എന്ന് പറയും, നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, പെയിൻ കില്ലറുകൾ. ഇവ കഴിച്ചിരുന്നാലും ഇവയും നമ്മുടെ ആമാശയത്തിൻ്റെ ഉള്ളിലുള്ള ഈ 3 ലെയർ പ്രൊട്ടക്ഷനെ നശിപ്പിച്ച് കളയും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പുകവലി, മദ്യപാനം, അമിതമായിട്ടുള്ള സ്ട്രെസ്സാണ്. അമിതമായിട്ട് ടെൻഷൻ ഉള്ളവർ ടെൻഷൻ കുറയ്ക്കാനായിട്ട് പുകവലിയും മദ്യപാനവും നടത്തിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് അൾസർ വരാൻ സാധ്യതയുണ്ട്. ഇത് വയറിനകത്തുള്ള ഈ ഭിത്തികളെ നശിപ്പിച്ച് കളയും. പലപ്പോഴും ഈ ആൾക്കാർ വിചാരിക്കാറുണ്ട് പുകവലിക്കുന്നത് ശ്വാസകോശത്തിലേക്ക് അല്ലേ പോകുന്നത്, വയറിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത്. നിങ്ങൾ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്ന പുകയുടെ 30% പോകുന്നത് നമ്മുടെ ആമാശയത്തിനകത്തേക്കാണ്. ഇത് അവിടെ പോയിട്ട് ആദ്യം ദഹനക്കേടുണ്ടാക്കും, അതോടൊപ്പം മറ്റു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അൾസർ വരുന്ന, വയറിനകത്ത് പെപ്റ്റിക് അൾസറിൻ്റെ ടെൻഡൻസി ഉള്ളവർ വീണ്ടും പതിവായിട്ട് പുകവലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമാശയത്തിനകത്ത് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇനി പെപ്റ്റിക് അൾസർ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ
എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് പ്രോട്ടീനാണ്. നിങ്ങളുടെ വയറിനകത്ത് വരുന്ന മുറിവുകൾ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ മസിൽ ബിൽഡപ്പിനായിട്ടുള്ള മെറ്റീരിയൽ പ്രോട്ടീൻ കൂടുതലും കഴിച്ചിരിക്കണം. നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം ചിക്കൻ, ഇറച്ചി വർഗ്ഗങ്ങൾ, മുട്ട, മീൻ പോലുള്ളവ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അയ്യോ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ മീനോ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയറിന് പ്രശ്നമാണ്, അൾസറാണ്, എനിക്ക് കഴിച്ചുകൂടാന്ന് പറയുന്നവർ മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ച്, അതായത് നിങ്ങളുടെ ശരീരഭാരത്തിൻ്റെ 1 കിലോഗ്രാം ഭാരത്തിന് 1.2 മുതൽ 1.5 ഗ്രാം വരെ പ്രോട്ടീൻ കഴിച്ചിരിക്കണം. അതായത് നിങ്ങളുടെ ശരീരഭാരം സപ്പോസ് ഒരു 70 കിലോ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഏകദേശം 90 മുതൽ 100 ഗ്രാം വരെ പ്രോട്ടീൻ കഴിച്ചിരിക്കണം. ചിക്കനും മീനും എല്ലാം കഴിക്കാൻ പറയുന്ന സമയത്ത് ഇത് ഏത് രീതിയിൽ പാകം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾക്ക് വയറിനകത്ത് അൾസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൈ, പൊരിച്ച് കരിച്ച് മുരിച്ച രീതിക്കുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക. കഴിയുന്നത്ര ഗ്രില്ല് ചെയ്തിട്ട്, അതായത് നമ്മൾ തീയിൽ ചുട്ടെടുക്കത്തില്ലേ, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കിയിട്ട് ആവിയിൽ വേവിച്ചോ ഇല്ലെങ്കിൽ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തോ നിങ്ങൾക്ക് ചിക്കൻ അല്ലെങ്കിൽ മീൻ, അതായത് സാധാരണ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന മീൻ കറിയോ ചിക്കൻ കറിയോ എല്ലാം തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിനകത്ത് മസാല ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പെപ്റ്റിക് അൾസർ ടെൻഡൻസി ഉള്ളവർ ഒന്ന് എരിവ് കുറയ്ക്കണം, നിങ്ങൾക്കറിയാം. രണ്ടാമത്തത് കുരുമുളക് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും അയ്യോ കുരുമുളകല്ലേ ആരോഗ്യത്തിന് നല്ലതല്ലേ എന്ന്. എന്നാൽ അസിഡിറ്റി, അൾസർ പോലുള്ള പ്രശ്നമുള്ളവർക്ക് കുരുമുളക് വളരെ അപകടമാണ്. വളരെയധികം, അതായത് നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നുള്ളു കുരുമുളക് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അൾസർ ടെൻഡൻസി ഉണ്ടെങ്കിൽ കുരുമുളക് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതേപോലെ തന്നെ നിങ്ങൾ ഇറച്ചി വർഗ്ഗം കഴിക്കുന്ന സമയത്ത് റെഡ് മീറ്റ് ഒഴിവാക്കി പോവുക. അതായത് നിങ്ങൾക്ക് അൾസർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബീഫ്, പോർക്ക്, മട്ടൺ പോലുള്ള റെഡ് മീറ്റ് വർഗ്ഗങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ ഒഴിവാക്കിയിട്ട് ലീൻ മീറ്റ്, അതായത് നിങ്ങൾക്ക് ചിക്കനോ മീനോ അത്യാവശ്യം നന്നായിട്ട് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മുട്ട പതിവായിട്ട് ഉൾപ്പെടുത്തണം. വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ചെറുപയർ, കടല, പരിപ്പ് എന്നിവ വേവിച്ചിട്ട് ചൂടോടുകൂടി അധികം മസാല ഇല്ലാതെ കഴിക്കുക. തണുത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് നിങ്ങളുടെ വയറിനകത്ത് പൂർണ്ണമായിട്ടും ദഹിക്കാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് ഗ്യാസും ബുദ്ധിമുട്ടും പുളിച്ചു തേട്ടലും വയറുവേദനയും വരാം. ചൂടോട് കൂടിയിട്ട് ഈ പറഞ്ഞ വെജിറ്റബിൾ പ്രോട്ടീൻസ് നിങ്ങൾക്ക് കഴിക്കാം. രണ്ടാമത്തത് നിങ്ങൾ ഒഴിവാക്കേണ്ടത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള മധുര പലഹാരങ്ങളാണ്. പ്രോസസ്സ് ചെയ്തിട്ടുള്ള മധുര പലഹാരങ്ങളും അന്നജം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മധുരമുള്ള, അതായത് കൂടുതൽ പഞ്ചസാര ചേർന്നിട്ടുള്ള സാധനങ്ങൾ, ഫ്രൂട്ട് ജ്യൂസുകൾ, അതേപോലെ കളർ ചേർത്തിട്ടുള്ള കോളകൾ പോലുള്ള പാനീയങ്ങൾ, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറിയിലെ മധുര പലഹാരങ്ങൾ ഇവ ഒഴിവാക്കുക. മധുരം കൂടുതലായിട്ട്, പ്രത്യേകിച്ച് പ്രോസസ്സ് ചെയ്ത മധുരം ചെല്ലുന്നത് നിങ്ങളുടെ വയറിനകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അൾസർ കൂടുതൽ വേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. പകരം നിങ്ങൾ ധാന്യങ്ങളും മറ്റു കാർബോഹൈഡ്രേറ്റ്സും അന്നജവും കഴിക്കേണ്ടത് കഴിയുന്നത്ര അതിൻ്റെ റോ ഫോമിൽ, അതായത് നിങ്ങൾ അരി ആഹാരം കഴിക്കുമ്പോൾ തവിടുള്ള അരി കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുക. വെള്ള അരി പ്രോസസ്സ് ചെയ്തിട്ടുള്ളത് ഒഴിവാക്കുക. ഗോതമ്പ് ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ മൈദ ഒഴിവാക്കിയിട്ട് തവിടുള്ള ഗോതമ്പ് രീതിയിൽ ഭക്ഷണം ഈ അൾസർ മാറുന്നവരെ കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അതേപോലെ വയറിനകത്ത് അൾസർ ഉള്ളവർ കഴിയുന്നത്ര നമ്മുടെ ഈ പാനീയങ്ങളില്ലേ, ചായ, കാപ്പി, അതേപോലെ കോളവർഗ്ഗങ്ങൾ, ഇവ കഴിയുന്നത്ര ഒഴിവാക്കി പോവുക. കാരണം ഈ കോളകളും ചായയും കാപ്പിയും എല്ലാം തന്നെ കൂടുതൽ അസിഡിക് ആയിട്ടുള്ള പാനീയങ്ങളാണ്. ഇവ വയറിനകത്ത് ഇറിറ്റേഷൻ കൂടാനും അൾസറിൻ്റെ ഇൻഫ്ലമേഷൻ അതേപോലെ നിൽക്കുന്നതിന് കാരണമാകുകയും ചെയ്യും. അതേപോലെ പെപ്റ്റിക് അൾസർ ഉള്ളവർ പാലിൻ്റെ ഉപയോഗം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പാല് പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്ന, നിങ്ങൾക്ക് ഇപ്പോൾ തൈര്, മോര്, വെണ്ണ, നെയ്യ് പോലുള്ളവ നിങ്ങൾക്ക് സമൃദ്ധിയായിട്ട് ഉപയോഗിക്കാം, പ്രോബ്ലം ഇല്ല. പക്ഷെ നേരിട്ട് പാല് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് വല്ലാണ്ട് ഈ അൾസർ വഷളാകാനും ഗ്യാസ് വല്ലാണ്ടുണ്ടാകാനും കാരണമാകും. മോരാക്കി കഴിച്ചു നോക്കൂ, അത് വയറിന് നല്ലതായിരിക്കും. അൾസർ ഉള്ളവർ ഒരു ദിവസം 30 ഗ്രാം ഫൈബർ ഭക്ഷണങ്ങൾ കഴിച്ചിരിക്കണം. 30 ഗ്രാം ഫൈബർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് ഉൾപ്പെടുത്തണം. കാരണം ഇവ നമ്മുടെ ശരീരത്തിന്, വയറിനകത്ത് നമ്മുടെ കൂടുതലായിട്ടുണ്ടാകുന്ന ആസിഡിനെ വലിച്ചെടുക്കുന്നതിനും വയറിനൊരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ട് ഈ ഫൈബർ ഭക്ഷണങ്ങൾ വർക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷേ മനസ്സിലാക്കുക, അൾസർ ഉള്ളവർ പച്ചക്കറി കഴിക്കുന്ന സമയത്ത് ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അതായത് ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി പോലുള്ളവ കഴിയുന്നത്ര കഴിക്കേണ്ട. കാരണം ഇത് ചിലപ്പോൾ നിങ്ങളുടെ വയറിന് ഇറിറ്റേഷൻ വർദ്ധിപ്പിക്കാൻ കാരണമാകും. സോ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് അല്ലാത്ത മറ്റ് പച്ചക്കറികളും ഇലക്കറികളും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇത് ആമാശയത്തിൽ മാത്രമല്ല കുടലിലുണ്ടാകുന്ന അൾസറിനും ഇൻഫ്ലമേഷനും മാറാനായിട്ട് സഹായിക്കും. ഇനി പെപ്റ്റിക് അൾസർ മാറാൻ സഹായിക്കുന്ന മിനറലുകൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത് സിങ്ക് കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളാണ്. സിങ്ക് കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് നട്ട്സിനകത്തുണ്ട്. കൂടാതെ മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ, മുളപ്പിച്ച പയർ, കടല,
പരിപ്പ് ഇവയ്ക്കകത്തും ധാരാളമായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഇവ ഒരു ദിവസം 1-2 സ്പൂണെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കേണ്ടതാണ്. രണ്ടാമത്തത് സെലീനിയമാണ്. ഇതിനു മുൻപും പല വീഡിയോകളിലും ഞാൻ സെലീനിയത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വയറിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയുന്നതിനും അൾസർ മാറുന്നതിനും സെലീനിയം എന്ന മിനറൽ സഹായിക്കും. സെലീനിയം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കടൽ മത്സ്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഷെൽ ഫിഷസ് ഇല്ലേ, നിങ്ങൾക്ക് ഞണ്ട്, കൊഞ്ച്, കണവ, ചിപ്പി, കക്ക ഇവയ്ക്കകത്ത് സെലീനിയം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ബ്രസീൽ നട്ടിനകത്ത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ചക്കക്കുരുവിൻ്റെ ഷേപ്പിലുള്ള ബ്രസീൽ നട്ടിനകത്തും ധാരാളമായിട്ട് ദിവസവും ഒരെണ്ണം കഴിക്കുന്നത് സെലീനിയം സമൃദ്ധിയായിട്ട് കിട്ടാൻ സഹായിക്കും. കൂടാതെ നിങ്ങൾക്ക് കൂണ്, വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ കൂണ്, മഷ്റൂം പതിവായിട്ട് കഴിവെച്ച് കഴിക്കുക, നിങ്ങൾക്ക് സെലീനിയം ധാരാളം കിട്ടും. ഇനി നിങ്ങൾക്ക് അൾസർ മാറാൻ സഹായിക്കുന്ന വൈറ്റമിനുകൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ, അതേപോലെ വൈറ്റമിൻ സി, ഈ മൂന്നിൻ്റെ അളവ് സമൃദ്ധിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ശരീരത്തിൽ വയറിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷനും അൾസർ മാറാനായിട്ട് സഹായിക്കും. വൈറ്റമിൻ എ ജീവകം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം. ക്യാരറ്റ്, ബീട്രൂട്ട്, മാമ്പഴം, അതേപോലെ മുട്ട, ഈ ഇറച്ചിക്കകത്ത് പ്രത്യേകിച്ച് ബീഫിൻ്റെ കരള്, ഇവയ്ക്കകത്തെല്ലാം വൈറ്റമിൻ എ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ ഇലവർഗ്ഗങ്ങൾക്കകത്തും പച്ചക്കറികൾക്കകത്തും അതേപോലെ മീനിനകത്തെല്ലാം തന്നെ ബി കോംപ്ലക്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് നാരങ്ങയാണ്. എന്നാൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അസിഡിറ്റിയും അൾസറും വയറിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് നാരങ്ങ, ഓറഞ്ച് പോലുള്ളവ നിങ്ങൾ കഴിക്കരുത്. പകരം വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള പേരയ്ക്ക, മാതളം, നെല്ലിക്ക, ഇനി അതല്ല പച്ചക്കറികൾക്കതാണെങ്കിൽ ക്യാപ്സിക്കം എന്നിവ പതിവായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ സി ദിവസവും കിട്ടും. അൾസർ മാറാനും അത് സഹായിക്കും. അപ്പോൾ വയറിനകത്ത് പെപ്റ്റിക് അൾസർ ഉള്ളവർ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടത് എന്തെല്ലാമെന്നും കഴിക്കേണ്ടത് എന്തെല്ലാമെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ നൽകുന്ന മരുന്നുകളോടൊപ്പം ഭക്ഷണത്തിൽ ഈ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങളും കൂടെ വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ അൾസറും അതുകൊണ്ടുണ്ടാകുന്ന അസിഡിറ്റിയും ദഹനക്കേടുകളും മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. ഇന്ന് ചെറുപ്പക്കാരിൽ പോലും വ്യാപകമായിട്ട് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് വയറിനകത്ത് അൾസർ എന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. അൾസറും ദഹനക്കേടും ഗ്യാസിന്റെ പ്രശ്നങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.